ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഭാവപ്പകർച്ച കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂല ഭാവമായ 11-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം കൈവരുന്ന അനുകൂല അവസരമാണ് ഇത്. ഇതിപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സ്വന്തമാണ്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ മകം നക്ഷത്രക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഗുണാനുഭവങ്ങളിൽ പ്രധാനം സാമ്പത്തിക നേട്ടം തന്നെയാണ്. നിക്ഷേപങ്ങൾ ലാഭകരമാകും. ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും പരമാവധി ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. പുതിയ വാഹനം, ഭൂമി എന്നിവ അധീനതയിൽ വരും. വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വന്തമാക്കും. ശത്രുക്കളുടെ പ്രവർത്തനം പരാജയപ്പെടും. സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ
അത് നിർവഹിക്കും. അവിവാഹിതർ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കും. തടഞ്ഞു വെച്ചിരുന്ന പദവികൾ തിരികെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും. സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടുവാൻ കഴിയും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സഹോദര ഗുണം കുറയും. ആലോചിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ചില പരാജയങ്ങളും സംഭവിക്കാം. അയൽ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഉദര പാദരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ എന്നിവയും കരുതിയിരിക്കണം. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മകം നാളിൽ ജനിച്ചവർക്ക് അത്ര അനുകൂലമായ ഫലങ്ങൾ ആയിരിക്കില്ല ലഭിക്കുന്നത്. ദിശാബോധമില്ലാതെ പ്രവർത്തിക്കും. അകാരണമായി ചില മാനസിക വിഷമങ്ങൾ അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും അത് സംബന്ധിച്ച ചില ക്ലേശങ്ങളും ഉണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യതയും ഉണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകം കരുതൽ വേണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ വഴികളിൽ നിന്നും സഹായം ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ദോഷപരിഹാരമായി എല്ലാ മാസവും പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക. അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പതിവാക്കുക. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും. പൂർണ്ണമായും ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം 11ാം ഭാവത്തിലേക്കാണ്. വളരെ കാലമായി നടക്കാതിരുന്ന സ്വപ്നങ്ങൾ പലതും പൂവണിയും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. ഗാർഹിക ജീവിതം അല്ലലൊഴിഞ്ഞ് സമൃദ്ധമാകും. ജീവിതം പ്രേമ സുരഭിലമാകും. ജീവിതത്തിലെ മുതിർന്നവരുടെ ആരോഗ്യസ്ഥിതിയിലുള്ള ആശങ്കകൾ അകലുന്നതാണ്. കുടുംബസമേതം ഉല്ലാസയാത്രകൾക്കോ തീർത്ഥയാത്രകൾക്കോ സമയം കണ്ടെത്തും. കിട്ടാക്കടങ്ങൾ മടക്കി ലഭിക്കും. തൊഴിൽ രംഗം ഉന്മേഷഭരിതമാകും. തൊഴിൽ അന്വേഷകർക്ക് നല്ല ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ പുതിയ പദവികളോ ലഭിച്ചേക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് കൃഷിയിൽ നേട്ടമുണ്ടാകും. കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനവും അവസരവും ലഭിക്കും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കച്ചവടക്കാർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും. അധ്യാപകർ, IT പ്രൊഫഷണലുകൾ, വക്കീലന്മാർ തുടങ്ങി വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിന് സന്തോഷം പകരും. രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പുകളിൽ കഷ്ടിച്ചാണെങ്കിലും വിജയം ഉറപ്പാക്കും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. അല്ലറ ചില്ലറ രോഗാനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതിർത്തി തർക്കങ്ങൾക്കോ വ്യവഹാരവുമായി ബന്ധപ്പെട്ടോ അലച്ചിലുകൾക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് കഴിയുന്നവർ നാട്ടിൽ മടങ്ങിയെത്തും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പൂരം നാളിൽ ജനിച്ചവർക്ക് ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണ്ടിവരും. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാൻ കഴിഞ്ഞേക്കില്ല. പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വഹിക്കേണ്ടി വരും. മനസ്സിന് ചാഞ്ചല്യം നേരിടും. മനസ്സമാധാനം നഷ്ടപ്പെടും. അപ്രതീക്ഷിതമായി അപവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയും ഉണ്ട്. പണം പല വഴികളിലൂടെ നഷ്ടപ്പെടും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. തൃപ്തികരമായ രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നിസ്സഹായ അവസ്ഥയിൽ കഴിയേണ്ടി വന്നേക്കാം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വീണ്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്.
ദോഷപരിഹാരമായി ശിവക്ഷേത്ര ദർശനം പതിവാക്കുക. ഭഗവാനെ ധാര, പുറവിളക്കിൽ എണ്ണ, സഹസ്രനാമാർച്ചന എന്നിവ യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഉത്രം നാളിൽ ജനിച്ചവർക്ക് ആദ്യപാദം ചിങ്ങക്കൂറിലും മറ്റു 3 പാദങ്ങൾ കന്നിക്കൂറിലും ഉൾപ്പെട്ട ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങളും കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും ആയിരിക്കും അനുഭവത്തിൽ വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 11-ാം ഭാവത്തിലും കന്നിക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലുമാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം. തൊഴിൽ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞേക്കില്ല. കന്നിരാശിയുടെ അധിപനായ ബുധൻ 10-ാം ഭാവമായ മിഥുനം രാശിയുടെ അധിപൻ കൂടി ആയതിനാൽ ഈ ദോഷം ഉത്രം നക്ഷത്രക്കാരെ അധികമൊന്നും ബാധിക്കില്ല. വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ ഈശ്വരാധീനം വർദ്ധിക്കും. ദീർഘകാലമായി പലതരം ചികിത്സകൾ ചെയ്തിട്ടും മാറാതിരുന്ന അസുഖങ്ങൾ മാറി മനസ്സും ശരീരവും ഉന്മേഷഭരിതമാകും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും. കായിക താരങ്ങൾ മത്സരങ്ങളിൽ നേട്ടമുണ്ടാക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടായേക്കും. സഹായ വാഗ്ദാനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ അനായാസം നിർവഹിക്കും. അപൂർവ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴും ആഹ്ലാദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. ഘൃണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. ഉദര നേത്ര രോഗങ്ങൾ കരുതിയിരിക്കണം. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉത്രനാളിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കർമ്മമേഖല പുഷ്ടിപ്പെടും. ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കും. പ്രശസ്ത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാകും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ആഹ്ലാദകരമായ അനുഭവങ്ങൾ വന്നുചേരും. പുതിയ സംരംഭങ്ങൾ വിജയപഥത്തിൽ എത്തിക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അകന്നു കഴിഞ്ഞിരുന്ന സഹോദരങ്ങളുമായി രമ്യതയിലാകും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. മനസ്സിൽ സന്തോഷം നിറയും. സന്താനങ്ങൾ മുഖേന മേന്മയുണ്ടാകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി രാമായണം പതിവായി വായിക്കുക. ഹനുമൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി വഴിപാടുകൾ നടത്തുക. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.